റോയ് ഒരു പുച്ഛച്ചിരിയോടെ അലക്സിനെ തോണ്ടി വിളിച്ചു. അലക്സെ, ദേ നോക്കിക്കേ, നിന്റെ എക്സ് അല്ലേ പോണത്? അത് കേട്ട് അലക്സിന്റെ മുഖം വിളറി. അവൻ കണ്ണുനിറുക്കി അവളെ ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് പതിയെ സ്വയം പറഞ്ഞു, ഹോ, അവൾ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. റോയ് കുസൃതിയോടെ തലയാട്ടി. അതേടാ, നിന്നെ ഒഴിവാക്കിയതിൽ പിന്നെ അവൾ രക്ഷപ്പെട്ടു. രോഷത്താൽ അവന്റെ മുഖം വലിഞ്ഞു മുറുകി. ഒരു പുച്ഛച്ചിരിയോടെ റോയ് പറഞ്ഞു, അവൾ പോയ ദിവസം ദൈവം അവളെ കാത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ ആത്മവിശ്വാസത്തോടെ നടന്നു പോകുന്നത് അലക്സ് നോക്കി നിന്നു. അവന്റെ ഉള്ളിൽ ഒരു കുബുത്തി ഉണർന്നു. അവന്റെ കണ്ണുകളിൽ ഒരു കൗശലം മിന്നി. ചുണ്ടിന്റെ കോണിലൊരു ചിരി വിരിഞ്ഞു. അലക്സിന്റെ ഭാവമാറ്റം കണ്ട് റോയ് കളിയാക്കി. എന്താ, വീണ്ടും അവളെ വളയ്ക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അലക്സ് ചെറുതായി തലയാട്ടി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, ഞാൻ പോയി സംസാരിക്കും. അതുകേട്ട് റോയ് ഒന്ന് ചിരിച്ചു. അലക്സ് അവനെ രൂക്ഷമായി നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. റോയ് അവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ഒരു കള്ളധൈര്യം മുഖത്തണിഞ്ഞ് അലക്സ് അവളുടെ അടുത്തേക്ക് നടന്നു. മനസ്സിൽ പറയേണ്ട ഡയലോഗുകൾ ഒന്നുകൂടി ഉറപ്പിച്ചു. ഒരു ചമ്മിയ ചിരിയോടെ അവൻ അവളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, ഹേയ്, ഒരു മിനിറ്റ് സംസാരിക്കാമോ? അവൾ രൂക്ഷഭാവത്തിൽ അവനെ നോക്കിയെങ്കിലും നടത്തം നിർത്തി. അലക്സ് ഉടൻ തന്നെ സൗമ്യമായ സ്വരത്തിൽ തുടങ്ങി, എന്നോട് ക്ഷമിക്കണം എല്ലാത്തിനും. ക്ഷമ ചോദിക്കുന്നതുപോലെ തലകുനിച്ചവൻ പറഞ്ഞു, അന്നെനിക്ക് അറിവില്ലായിരുന്നു. അതൊന്നും വിശ്വസിക്കാത്ത ഭാവത്തിൽ അവൾ കൈയും കെട്ടി നിന്നു. അലക്സ് തിടുക്കത്തിൽ തുടർന്നു, പക്ഷേ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. നമുക്ക് വീണ്ടും ഒന്നിച്ചാലോ? അവൻ മുന്നോട്ടാഞ്ഞ് കണ്ണുകളിൽ പ്രകടമായ ദുരുദ്ദേശത്തോടെ പറഞ്ഞു, എനിക്കൊരു വിസ ശരിയാക്കി തന്നാൽ നമുക്ക് ഒരുമിച്ച് പുറത്ത് സെറ്റിൽ ചെയ്യാം, സന്തോഷമായി ജീവിക്കാം. അവളുടെ കണ്ണുകൾ സംശയത്തോടെ അവനെ ഉറ്റുനോക്കി. ഇതൊക്കെ നീ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്? അലക്സ് മെല്ലെ ഒന്ന് തലയാട്ടി. തീർച്ചയായും, ഞാൻ നിന്നെ മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കും. അവളൊരു നേർത്ത പുഞ്ചിരി നൽകി. അവളുടെ കണ്ണിലെ ഭാവം വായിച്ചെടുക്കാനായില്ല. അവൾ പതിയെ ചോദിച്ചു, ഞാനിപ്പോൾ നല്ല നിലയിലാണെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണോ നീ വന്നത്? വിദേശത്ത് പോകാൻ വേണ്ടി മാത്രം? അലക്സ് വെപ്രാളത്തോടെ തലയാട്ടി. അയ്യോ, അല്ല അല്ല, നിനക്ക് തെറ്റിപ്പോയതാ. അവൻ പെട്ടെന്ന് തന്ത്രം മാറ്റി. വിദേശത്ത് പോകുന്ന കാര്യം വിട്. ഞാൻ നാളെ മുതൽ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് കയറിക്കോളാം. നീ 1-2 മാസം കൂടുമ്പോൾ എന്നെ വന്ന് കണ്ടാൽ മതി. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം അവളിൽ സംശയമുണർത്തി. നീ പറയുന്നത് സത്യം തന്നെയാണോ? അവൾ ചോദിച്ചു. അലക്സ് നെഞ്ചിൽ കൈവച്ച് നാടകീയമായി പറഞ്ഞു, നിനക്കെന്നെ വിശ്വസിക്കാം. അവൾ ശാന്തമായി ഏതാണ്ട് കളിയാക്കുന്നതുപോലെ പുഞ്ചിരിച്ചു. എങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നില്ല. അലക്സ് നെറ്റി ചൊളിച്ചു. എന്താ നീ പറഞ്ഞു വരുന്നത്? അവൾ മൃദുവായി പറഞ്ഞു, നീ ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ട് ഞാൻ സന്തോഷമായി ജീവിച്ചോളാം. അലക്സ് ആകെ സ്തംഭിച്ചുപോയി. അവന്റെ മുഖം രക്തം വാർന്നതുപോലെ വിളറി വെളുത്തു. അവൾ ശാന്തമായി വെളിപ്പെടുത്തി, എനിക്ക് ക്യാൻസറാണ്, അവസാന സ്റ്റേജ്. എന്റെ കമ്പനി എന്നെ നാട്ടിലേക്ക് തിരിച്ചയച്ചതാണ്. അവസാന നാളുകൾ വീട്ടുകാരുടെ കൂടെ ചിലവഴിക്കാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ശബ്ദം പതറിയില്ല. അലക്സ് വിക്കി, അപ്പോൾ വിദേശത്തെ അത്രയും നല്ല ശമ്പളമുള്ള ജോലി നീ വേണ്ടെന്ന് വെച്ചോ? അവൾ പതിയെ തലയാട്ടി. വേണ്ടെന്ന് വെച്ചതല്ല, എനിക്കിനി തിരിച്ചു പോകാൻ കഴിയില്ല. ആരോഗ്യം അതിനനുവദിക്കില്ല. അവൾ മങ്ങിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ഇപ്പോഴെന്താ, നീയുണ്ടല്ലോ, നീ എന്നെ നോക്കില്ലേ? അലക്സ് ആകെ പരിഭ്രാന്തനായി. അവൻ തിടുക്കത്തിൽ പിന്നോട്ടു മാറി. അയ്യോ, ഇപ്പോഴോ? ഞാനൊരു ചെറിയ വാടക വീട്ടിലാ. ഞാൻ നല്ലൊരു വീടൊക്കെ കണ്ടുപിടിച്ച് നിന്നെ വിളിക്കാൻ വരാം. അവൾ പ്രതീക്ഷയോടെ അവനു നേരെ കൈനീട്ടി. അതൊന്നും സാരമില്ല, വാടക വീടായാലും എനിക്ക് കുഴപ്പമില്ല. നിന്റെ അഡ്രസ് താ. നമ്പറോ അഡ്രസ്സോ കൊടുക്കാതെ പരിഭ്രമത്തോടെ പിന്നോട്ട് നടന്നുകൊണ്ട് അലക്സ് ചെറിയ വിക്കലോടെ പറഞ്ഞു, അത് ഞാൻ നിന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് റോഡിലൂടെ ധൃതിയിൽ ഓടി മറഞ്ഞു. അവൻ ഓടി അകലുന്നത് അവൾ നോക്കി നിന്നു. അവളുടെ മുഖത്ത് അർത്ഥം വെച്ചൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ ഫോണെടുത്ത് ഒരു കൂട്ടുകാരിയെ വിളിച്ചു. പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ ആരെയാ കണ്ടതെന്നറിയുമോ? എന്റെ പഴയ ആളിനെ. നല്ലൊരു കോമഡി ആയിരുന്നു.